എവരിവൺ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അഞ്ജന, ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ്. സോ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് കുറച്ചൊരു ടിപ്സ് ആൻഡ് ഒരു ഐഡിയാസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും ഡ്രീമിൽ ഒരു കാര്യമാണ് വീട് ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലേ? ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വീട് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. കാരണം അവർ ആ ഫീൽഡിൽ ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ ഒരു വീട് തുടങ്ങുമ്പോൾ അവർ ഫേസ് ചെയ്യേണ്ടായിരുന്നു, അതായത് മുന്നോട്ട് പോകുമ്പോൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ, ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, അതായത് ഒരു 5 സെന്റ് സ്ഥലമുണ്ട്, അപ്പോൾ അതിൽ എത്ര സെന്റോളം വീട് വെക്കാൻ പറ്റും എന്നുള്ളത് ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. നമ്മുടെ പ്ലോട്ട് ഇപ്പോൾ 5 സെന്റ് ആയിക്കോട്ടെ, 10 സെന്റ് ആയിക്കോട്ടെ, എത്ര ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് അതിന്റെ 65% സ്ഥലത്ത് മാത്രമേ നമുക്ക് വീട് വെക്കാൻ പറ്റുള്ളൂ. മെയിനായിട്ട് നമുക്ക് സെറ്റ് ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം സ്ഥലങ്ങളൊക്കെ വിട്ടിട്ട് വേണം വീട് ഉണ്ടാക്കാൻ വേണ്ടി. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിൽഡിംഗ് പെർമിറ്റ് റൂൾ പ്രകാരം നമ്മൾ അത് നിർബന്ധമായിട്ടും നമ്മളത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. രണ്ടാമത്തെ ഡൗട്ട് ചോദിച്ചൊരു കാര്യം, എന്താണ് ഈ ബിൽഡിംഗ് പെർമിറ്റ് എന്ന് പറയുന്നത്? അത് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാക്കുകയാണ് അതിനൊക്കെ ആവശ്യം എന്താ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഗവൺമെന്റ് ത്രൂ നിങ്ങൾ അവിടെ അപ്രൂവൽ ആക്കുക, അതായത് ഞങ്ങൾ ഇവിടെ വീട് വെക്കുന്നുണ്ട് എന്ന് ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുകയാണ് ഈ ബിൽഡിംഗ് പെർമിറ്റ് എന്ന് പറയുന്നത്. ഫൗണ്ടേഷനോ അല്ലെങ്കിൽ റിനോവേഷന്റെ വർക്കൊക്കെ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും അവർ ഈ പെർമിറ്റിനെ കുറിച്ച് ചിന്തിക്കാം. അപ്പൊ നമ്മൾ ഈ സെറ്റ് ബാക്ക് കാര്യങ്ങളൊന്നും നോക്കാതെ ഈ ഫൗണ്ടേഷൻ ഒക്കെ തുടങ്ങുകയാണെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്ത് വിചാരിച്ചു, അതായത് ആ ഫൗണ്ടേഷൻ ഏത് കൊടുക്കണം എന്ന് ചിലർക്ക് നല്ല ഡൗട്ട് ഉണ്ടാവും. ചിലത് കരിങ്കല്ലിന്റെ ഫൗണ്ടേഷൻ കൊടുക്കും, ചിലത് ഫൂട്ടിംഗ് ഫൗണ്ടേഷൻ കൊടുക്കും. അപ്പൊ ഇതിൽ ഏത് കൊടുക്കും, അത് എന്ത് അടിസ്ഥാനത്തിൽ ഇത് കൊടുക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മണ്ണിന്റെ ഘടനയാണ് മെയിൻ ആയിട്ട്. അതായത് നമ്മളിപ്പം ഏത് മണ്ണാണ്, അല്ലെങ്കിൽ ബിയറിംഗ് കപ്പാസിറ്റി എന്നാണ് അത് പറയാം. ബിയറിംഗ് കപ്പാസിറ്റി നല്ലോണം ഉള്ള മണ്ണിൽ നമുക്ക് അത്ര വലിയ പ്രശ്നമില്ല, പക്ഷെ അത് കരിങ്കല്ലൊക്കെ കൊടുക്കാം. എന്നാൽ അതില്ലാത്തൊരു ഇതാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഫൂട്ടിംഗ് ഫൗണ്ടേഷനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് ഡെപ്തിൽ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ചില കോൺട്രാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണ അവർ നോർമലി ചെയ്യുന്ന രീതിയിൽ തന്നെ അവർ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കരിങ്കല്ലിട്ടിട്ട് ചെയ്യും. ശരിക്കും അതല്ല ശരിയായ ഡിസിഷൻ. അത്യാവശ്യം നന്നായിട്ട് അറിയുന്ന ഒരു എഞ്ചിനീയറിനെ കൊണ്ട് നമ്മളൊരു ഫൈനൽ ഡിസിഷൻ എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. നമ്മൾ പറയാറില്ലേ, എല്ലാത്തിന്റെ അടിത്തറ നല്ലതല്ലെങ്കിൽ അത് അധികകാലം നിൽക്കൂലെന്ന്. അതേപോലെ തന്നെയാണ് വീടിന്റെയും കാര്യം. ഫൗണ്ടേഷൻ ശരിയല്ലെങ്കിൽ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും, അതിന്റെ സ്ട്രെങ്തിനെയാണ് അത് ബാധിക്കുക. അപ്പൊ നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ നമ്മൾ നോക്കണം. പിന്നെ ചിലർക്കുള്ള ക്ലയൻസിനൊക്കെ ഉള്ള ചില ഡൗട്ട് എന്ന് പറയുന്നത്, നമ്മൾ കോൺട്രാക്റ്റിന് കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ സ്വന്തം പണിയെടുപ്പിക്കുന്നതാണോ നല്ലത് എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും വരുന്ന. ശരിക്കും പറഞ്ഞാൽ കോൺട്രാക്ടറിന് നമ്മൾ ഏൽപ്പിക്കുന്നത് ഏത് സമയത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അവൈലബിലിറ്റി ഇല്ലാത്ത സമയത്ത്, ഈവൻ നമ്മളിപ്പോൾ ഗൾഫിലാണ് അല്ലെങ്കിൽ അബ്രോഡിലാണ് എന്നൊക്കെ ഉള്ള ഒരു സമയത്ത് നമുക്ക് എന്താ പറയുക, ഒരു അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് വർക്ക് ഏൽപ്പിക്കാനോ മെറ്റീരിയൽ എത്തിച്ചു കൊടുക്കാനൊന്നും പറ്റാത്ത അവസരങ്ങളിൽ നമുക്കൊരു കോൺട്രാക്ടറിനെ ഏൽപ്പിക്കുന്നതാണ് നല്ലത്. അതല്ല, നമുക്കിപ്പം നമ്മൾ സ്ഥലത്തുണ്ട്, നമുക്ക് കുറച്ചും കൂടെ പൈസ കുറച്ച് നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു രീതിയാണെങ്കിൽ, അതുമല്ല നമുക്ക് ബേസിക് നോളജ് ഉണ്ടാകും, അതായത് ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കും, എടുക്കുന്ന വർക്കിൽ കുറച്ച് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തം എടുക്കാം. അല്ലാത്ത പക്ഷം നമുക്ക് ഒരു നോളജും ഇല്ല, നമ്മുടെ അവൈലബിലിറ്റി ഇല്ല എന്നുള്ള ഒരു കേസ് ആണെങ്കിൽ നമുക്ക് കോൺട്രാക്ടറിനെ ഏൽപ്പിക്കുന്നത് തന്നെയാണ് കുറച്ചും കൂടെ നല്ലത്, ബെറ്റർ. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മളോട് ഇപ്പോൾ ഒരാൾ പ്ലാൻ കാണിച്ചു തന്നിട്ട് പറയാം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, എത്ര റേറ്റ് വരും എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ കണ്ണും പൂട്ടി നമുക്കൊരു റേറ്റ് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഒരു വുഡ് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ വുഡ് തന്നെ പല തരത്തിലുണ്ട്. ഇപ്പൊ തേക്കിന്റെ ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അല്ലെ ടൈലുണ്ട്, ടൈൽ എന്ന് പറയുന്നത് 45ന്റെ 50ന്റെ സ്ക്വയർ ഫീറ്റിന് അങ്ങനെ പല റേറ്റിന്റെ ഉണ്ട്. അപ്പൊ നമ്മൾ ഏതാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്കൊരു ബഡ്ജറ്റ് പറയാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഒരു പ്ലാൻ കാണിച്ചു തന്നിട്ട് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് പറയാമെന്ന് നമ്മൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, പക്ഷെ ആക്യുറേറ്റ്ലി നമുക്ക് പറയാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇപ്പൊ ഒരു കോൺട്രാക്ടർ നിങ്ങളോട് ഇപ്പോൾ സ്ക്വയർ ഫീറ്റിന് 2000 രൂപയ്ക്ക് ഞാൻ വീട് പണിയെടുത്ത് തരാം എന്ന് പറയുകയാണെങ്കിൽ 1800 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് 2000 രൂപ സ്ക്വയർ ഫീറ്റിന് വരികയാണെങ്കിൽ നമ്മൾ അത് മാത്രം കയ്യിൽ കണ്ടാൽ പോരാ. കാരണം ചിലപ്പോൾ ഈ കോൺട്രാക്ടർ സ്ക്വയർ ഫീറ്റിന് പറഞ്ഞിട്ടുണ്ടാവാം, ചിലപ്പം വിത്തൗട്ട് ഇന്റീരിയർ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒഴിച്ചിട്ടായിരിക്കും നമ്മളോട് ഇത് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ഇതിനുള്ളിൽ ഈ പണി തീർന്ന് കിട്ടും എന്ന് ചിന്തിക്കുന്നതിൽ പകരം നമ്മൾ അവരോട് കൂടുതൽ ക്ലാരിറ്റി ചോദിക്കണം. കാരണം എന്തൊക്കെ പെടും, എന്തൊക്കെ പെടില്ല. കാരണം ലാസ്റ്റ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അത് ഈവൻ ലാൻഡ്സ്കേപ്പ് ഉണ്ടാവും, പിന്നെ അങ്ങനെ ഇന്റീരിയർ ഉണ്ടാവും, കുറേ കാര്യങ്ങൾ പെടാത്തതായിട്ട് ഉണ്ടാവും. അപ്പൊ ഈ സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്ന് പറയുമ്പോൾ പെടാത്തതായിട്ട് എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ എത്ര ബഡ്ജറ്റ് ഈ വീടിന് കരുതണം എന്ന് മുൻകൂട്ടി നമ്മൾ ചിന്തിച്ചതിന് ശേഷമേ ഈ കോൺട്രാക്ടർക്ക് ഇത് ഏൽപ്പിക്കാൻ പാടുള്ളൂ. പിന്നെ കണ്ടിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ, വേറെ കുറേ പ്ലാൻ ഇപ്പൊ ഗൂഗിളിൽ നിന്നും മറ്റു പല സ്ഥലത്തു നിന്നും കുറേ പ്ലാൻ എടുത്തിട്ട് വരും. എന്നിട്ട് പറയും എനിക്ക് ഈ പ്ലാന് എൻ്റെ പ്ലോട്ടിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു വീട് വേണം, ഇങ്ങനത്തെ പ്ലാൻ തന്നെ വേണമെന്ന്.
പ്ലാൻ, അതായത് നമ്മുടെ പ്ലോട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്ക്വയർ ഷേപ്പിലായിരിക്കാം, ചിലപ്പം ഇലോങ്ങേറ്റഡ് ആയിരിക്കാം. നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനത്തെ ഷേപ്പാണ് നമ്മുടെ പ്ലോട്ടിന്. ആ പ്ലോട്ടിന് സെറ്റ് ബാക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമേ നമുക്ക് വീട്, അതായത് ഒരു പ്ലാൻ വരയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്ലാൻ കാണിച്ചിട്ട് ഇതേപോലത്തെ വീട് വേണം എന്ന് പറയുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുമാത്രമല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്ലോട്ടിനനുസരിച്ചുള്ള പ്ലാനേ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അതിപ്പോൾ ഈവൻ ഒരു എലിവേഷൻ കാണിച്ചിട്ട് ഇങ്ങനത്തെ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു 3D തന്നെ വേണം എന്ന് പറയുന്നതിൽ നമ്മുടെ പ്ലാൻ എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള 3D കാര്യങ്ങളെ നമുക്ക് വരച്ച് സെറ്റാക്കാൻ പറ്റുള്ളൂ. അടുത്ത കാര്യമാണ് ബഡ്ജറ്റ്. അതായത് ഇപ്പോൾ ഒരു വീട് പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴായിരിക്കും വീട് പണി നിർത്തുന്ന ഒരു സ്റ്റേജ് വരാം. കാരണം അവർ ഉദ്ദേശിച്ചതിനേക്കാളും ബഡ്ജറ്റ് ആ വീടിന് വന്നിട്ടുണ്ടാകും. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കൊരു പ്ലാനിങ് ഇല്ല. അതായത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പൈസ ആദ്യമേ നമ്മളിപ്പോൾ ആർക്കാണോ പ്ലാൻ വരയ്ക്കാൻ കൊടുക്കുന്ന ആളോട് പറയണം നമുക്ക് ഇത്ര ബഡ്ജറ്റിനുള്ളിൽ ഇത് ഒതുങ്ങണം. അപ്പോൾ നമ്മൾ പക്ഷേ അതിനേക്കാളും സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള ഒരു വീട് വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വീട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് പകുതിക്ക് വെച്ച് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ ആ കൺസ്ട്രക്ഷൻ സ്റ്റോപ്പ് ആവുക ചെയ്യുന്നത്. അതിനു മുന്നേ ബഡ്ജറ്റ് നമ്മൾ ഇത്ര ബഡ്ജറ്റിനുള്ളിൽ നമുക്ക് വീട് മതി, അല്ലെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റിലേ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുള്ളൂ എന്നുള്ള ഒരു പ്ലാനിങ് ആദ്യം ഉണ്ടാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതല്ലാതെ അതിലും ഒതുങ്ങാത്ത രീതിയിൽ ഒരുപാട് സ്ക്വയർ ഫീറ്റിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 20-25 ലക്ഷം രൂപയ്ക്ക് ഒരു കുഞ്ഞു വീട് ഒതുങ്ങുന്ന ഒരാൾ ഒരു നല്ല ഒരു 2000 സംതിങ് സ്ക്വയർ ഫീറ്റിലുള്ള പ്ലാനൊക്കെ വരച്ചിട്ട് വീട് പണി തുടങ്ങിയാൽ എന്തായാലും പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ആകും. പിന്നെ ഒരുപാട് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചിലപ്പം തിരിച്ചടയ്ക്കാനും പറ്റാതെ ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെയും കാണാനിടയായിട്ടുണ്ട്. റിനോവേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഒരുപാട് ലോഡ് കൊടുക്കും. അതായത് ഒരുപാട് കോളം ആയിക്കോട്ടെ ബീം ആയിക്കോട്ടെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ താഴത്തെ ബിൽഡിങ്ങിന് എത്ര ലോഡ് താങ്ങാൻ പറ്റും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കില്ല. ചില കോൺട്രാക്ടേഴ്സ് ഒന്നും ശ്രദ്ധിക്കാറില്ല പൊതുവെ. അപ്പോൾ നമ്മൾ അറിയുന്ന ഒരു എഞ്ചിനീയറിംഗ് നോളേജ് ഉള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് ആ ഒരു പ്ലാൻ കൊടുത്തിട്ട് ഇത് എത്ര ലോഡ് താങ്ങുമോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. വീട് കുറച്ച് കഴിയുമ്പം വീടിന് പല പ്രശ്നങ്ങളും വരാൻ വേണ്ടിയുള്ള ചാൻസ് ഉണ്ട്. ഒരു പ്രൊജക്റ്റ് കഴിയാൻ എത്ര ടൈം എടുക്കും എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ചിലപ്പം ഒരു വർഷം എടുക്കുക, ചിലപ്പോൾ മാസങ്ങൾ എടുക്കുക, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ കോൺട്രാക്ടർ എടുക്കുന്ന ആളുമായിട്ട് ഒരു ഡീലിങ്ങിൽ എത്തണം. അതായത് നമുക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് തീരുന്നുള്ളത്. അപ്പോൾ നമ്മൾ സമയം കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം. കാരണം നമ്മളിപ്പോൾ ഷട്ടറിങ് അതെങ്കിൽ സ്ലാബ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഷട്ടറിങ്ങിന് തന്നെ ഒരു 14 ദിവസമൊക്കെ വരും. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ സമയം കൊടുക്കണം. എന്നാൽ തന്നെ നമ്മൾ ആദ്യം തന്നെ അവരോടൊരു പ്ലാനിങ് ചോദിക്കണം. ഇത്ര വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ എത്ര ഇതിനുള്ളിൽ നിങ്ങൾക്ക് തീർത്തു തരാൻ പറ്റും എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ വീട് പണി തുടങ്ങാനൊക്കെ പോകുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ടിപ്സാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. അപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സിനോടൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് വീട് പണി സ്റ്റാർട്ട് ചെയ്തിട്ട് വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.